ഗുഡ് മോർണിംഗ്. വെൽക്കം ടു പ്ലസ് ടു പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാദേശിക അഭിലാഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ജമ്മു കാശ്മീർ, പഞ്ചാബ് ഈ രണ്ട് പ്രദേശങ്ങളിലുണ്ടായ പ്രാദേശിക അഭിലാഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന സംഭവങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ മേഖലയെക്കുറിച്ചാണ്. വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ അതിനെ സപ്ത സോദരിമാർ അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശമാണ് വടക്ക് കിഴക്കൻ മേഖല എന്ന് മാപ്പിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു ചെറിയ മേഖലയാണിത്. വടക്ക് കിഴക്കൻ മേഖലകളിലെ പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് 1980 ഒരു വഴിത്തിരിവുണ്ടായി. വടക്ക് കിഴക്കൻ മേഖലകളിൽ 7 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയെ സപ്ത സഹോദരിമാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 4% മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. എന്നാൽ വിസ്തൃതിയുടെ കാര്യത്തിൽ അത് 8%. 22 മീറ്റർ മാത്രം നീളമുള്ള ഇടനാഴിയാണ് ഈ സപ്ത സഹോദരിമാരെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നത്. മറ്റു ഭാഗങ്ങളുടെ അതിർത്തികൾ ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശുമാണ്. തെക്കു കിഴക്കേ ഏഷ്യയിലുള്ള ഇന്ത്യയുടെ കവാടം, ഇന്ത്യാസ് ഗേറ്റ് വേ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 1947 ശേഷം വടക്ക് കിഴക്കേ ഇന്ത്യ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നാട്ടുരാജ്യങ്ങളായിരുന്ന ത്രിപുരയും മണിപ്പൂരും ഖാസി കുന്നുകളും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. സ്വതന്ത്രാനന്തരം ഈ മേഖലകളിൽ രാഷ്ട്രീയ പുനഃക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ പ്രദേശത്ത് കാര്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു. രാഷ്ട്രീയമായും ഈ പ്രദേശം ഒറ്റപ്പെട്ടു. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ വൻതോതിൽ ഇവിടേക്ക് കുടിയേറിയത് ഈ പ്രദേശത്തെ ജനസംഖ്യാനുപാതത്തിൽ കാര്യമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. പ്രധാന മേഖലയിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, സാമൂഹികമായ സവിശേഷത, പിന്നോക്കാവസ്ഥ എന്നിവ ഈ പ്രദേശങ്ങളെ സങ്കീർണാവസ്ഥയിലേക്ക് നയിച്ചു. ഇതിൻ്റെ ഫലമായി ഒരു ആവശ്യമുയർന്നു വന്നു. വടക്കു കിഴക്കൻ മേഖലയിലെ ഈ 7 സംസ്ഥാനങ്ങൾ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രധാന മേഖലയുമായുള്ള വാർത്താവിനിമയ സൗകര്യം തീർത്തും ദുർബലമായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അതിർത്തി രാജ്യങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തി. വടക്ക് കിഴക്കൻ മേഖലകളിലെ രാഷ്ട്രീയത്തിൽ 3 പ്രധാന പ്രശ്നങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. 1. സ്വയംഭരണാധികാരത്തിനുള്ള അവകാശം. 2. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. 3. പുറമേ നിന്നുള്ളവർക്ക് എതിരായ പ്രസ്ഥാനങ്ങൾ. ഈ 3 പ്രശ്നങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റീജിയണൽ ആസ്പിറേഷൻസ് ഇൻ ജമ്മു കാശ്മീർ ആൻഡ് പഞ്ചാബ്. Today we are going to discuss about the North-East zones. The 1980s witnessed a turning point in the regional aspirations of North-East. The North-East consists of 7 states. Some referred to them as 7 sisters. They are Arunachal Pradesh, Assam, Mizoram, Meghalaya, Manipur, Nagaland and Tripura constitute the 7 sisters. The Northeast states refer as the 7 sisters. The population of this area is only 4% of the country's population, but in area this region has 80 share. The rest of the country is connected to the 7 sisters through small corridor of about 22 kilometers. The rest of the region has boundaries with China, Myanmar and Bangladesh. It could be very well called India's gateway to Southeast Asia. The former princely states of Tripura, Manipur and Khasi Hills merged with India after independence. Considerable political reorganization took place in the region since independence. In 1960, Nagaland was born, followed by Meghalaya, Manipur and Tripura in 1972. Arunachal Pradesh and Mizoram attained statehood in 1987. Partition turned this area into landlocked region.
As it was cut off from the mainland, the region had little attention in development programs and the economy suffered greatly. Politically also this area remained insulated. But there was a great flow of migrants from neighboring states. This caused great demographic changes in the area. These peculiar circumstances, isolated from the mainland, complex social character and lack of development, led to a complicated situation in which the 7 states consisting the northeast region demanded different things. Communication was very meager with the mainland. Their nearness to the borders of other countries colored their demands. They wanted autonomy. Some wanted cessions and others were opposed to outsiders. 3 issues dominated northeast politics. First one, demand for autonomy. Second one, movement for cession. Third one, opposition to outsiders. To solve the first issue in the 1970s, certain measures were taken which led to some democratic developments. In this chapter, we are going to discuss about these 3 issues detailed. ആദ്യം നമുക്ക് സ്വയംഭരണത്തിനുള്ള ആവശ്യം പരിശോധിക്കാം. സ്വതന്ത്ര സമയത്ത് വടക്ക് കിഴക്കൻ മേഖലയിലെ ത്രിപുര, മണിപ്പൂർ എന്നിവ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും ആസാം എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ആസാമിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആസാമീസ് ഭാഷ തങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ആസാമികളല്ലാത്തവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സർക്കാരിൻ്റെ ഭാഷാ നയത്തോട് വ്യാപകമായ എതിർപ്പുണ്ടായി. ഇത് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കലാപവുമായി സംസ്ഥാനത്താകെ വ്യാപിച്ചു. പ്രധാനപ്പെട്ട ഗോത്ര സമൂഹങ്ങൾ ആസാമിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചു. അവരുടെ നേതാക്കൾ ഒത്തുചേർന്ന് ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ രൂപീകരിച്ചു. പിന്നീട് ഈ യൂണിയൻ 1960 ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി. ഗോത്ര സമൂഹങ്ങൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം അവർ ആവശ്യപ്പെട്ടു. ഗോത്ര സംസ്ഥാനമാണ് അവർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങൾ അവർക്ക് അനുവദിച്ചു കിട്ടി. ത്രിപുരയും മണിപ്പൂരും സ്വതന്ത്ര സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തു. വടക്ക് കിഴക്കൻ മേഖലയുടെ പുനർക്രമീകരണം 1972 പൂർത്തിയായി. എന്നാൽ ഇതുകൊണ്ട് സ്വയംഭരണാധികാരത്തിനുള്ള ആവശ്യം അവസാനിച്ചില്ല. ആസാമിലെ ബോഡോകൾ, കർബികൾ, ദിമാസാസുകൾ എന്നീ സമുദായങ്ങൾ പ്രത്യേക സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ലഭ്യമായ എല്ലാ മാർഗങ്ങളും അവർ അവലംബിച്ചു. ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനഹിത പരിശോധന, എന്തിന് സായുധ കലാപം വരെ അവർ പരീക്ഷിച്ചു. ഒരേ പ്രദേശത്തെ ചൊല്ലി ഒന്നിലധികം സമുദായങ്ങൾ അവകാശമുന്നയിച്ചതോടെ പ്രശ്നം സങ്കീർണമായി. അവരുടെ ആവശ്യം നിറവേറ്റാനായി ഭൂമിയെ തുണ്ടുകളാക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല. അങ്ങനെ കർബികളും ദിമാസാസുകൾക്കും സ്വയംഭരണാവകാശ ജില്ലാ കൗൺസിലുകളും ബോഡോകൾക്ക് സ്വയംഭരണാവകാശ കൗൺസിലും അനുവദിച്ച് കിട്ടി. Let's discuss the first issue, demands for autonomy. At the time of independence, the whole of northeast region excluding Tripura and Manipur formed part of Assam. In Assam there were people speaking different languages. The non-Assamese did not welcome the imposition of Assamese language on them. There was much opposition to this language policy of the government. Opposition soon took the form of protest, agitation and riots throughout the state. Major tribal communities wanted to separate from Assam. The leaders came together and formed the Eastern India Tribal Union. Later on, this union transformed into All Party Hill Leaders Conference in 1960. Their demand was for a state exclusively for the tribal people. They asked for one tribal state. They got 3: Meghalaya, Mizoram and Arunachal Pradesh. Tripura and Manipur became independent states. By 1972, this reorganization of the Northeast was completed, but did not end the autonomy demand. In Assam, the Bodos, Karbis and Dimasas came forward with demands for separate state.
They used all means, popular support, public opinion, and even insurgency to press their demand. Complications arose when the same area was demanded by more than one community. Cutting the land into small blocks to satisfy these demands was neither practical nor reasonable. So the Kirbis and Dimases were granted autonomous district councils and the Bodos were granted autonomous councils. നമുക്ക് രണ്ടാമത്തെ പ്രശ്നം, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. സ്വയംഭരണാവകാശം അനുവദിക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ട്. എന്നാൽ രാജ്യത്ത് നിന്ന് വിട്ടുപോയി പുതിയ രാജ്യം രൂപീകരിക്കാൻ നമ്മുടെ ഭരണഘടനയിൽ നിയമമില്ല. ചില ഭാഗങ്ങൾ പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുക ഗവൺമെൻറ്റിന് സാധ്യമല്ല. വടക്കു കിഴക്കൻ മേഖലയിൽ ഈ ആവശ്യം നിരന്തരമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആസാമിലെ മീസോ ഹിൽസ് പ്രദേശത്തിന് സ്വയംഭരണാവകാശമുള്ള ജില്ലയുടെ അവകാശങ്ങൾ അനുവദിക്കപ്പെട്ടിരുന്നു. എന്നാൽ മീസോകളിൽ ഒരു കൂട്ടർ ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. തങ്ങൾ ഒരിക്കലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ബാധ്യതയുള്ളൂ. ആസാം സർക്കാരിന് പ്രത്യേകിച്ച് വികസന നയങ്ങളൊന്നുമില്ലാത്തതിനാൽ മീസോകൾക്ക് ജനപിന്തുണ നേടാൻ കഴിഞ്ഞു. മീസോകളുടെ വിഘടനവാദത്തെ ശക്തിപ്പെടുത്തിയ രണ്ട് സംഭവങ്ങൾ ഈ കാലത്തുണ്ടായി. 1959 മീസോ ഹിൽസിൽ ക്ഷാമം രൂക്ഷമായി. ഇതിനെ നേരിടാനോ അവരുടെ ദുരിതം ശമിപ്പിക്കാനോ അധികാരികൾ നടപടി സ്വീകരിച്ചില്ല. അത് സ്വാഭാവികമായും മീസോകളെ ക്ഷുഭിതരാക്കി. അതിനു പുറമെ 1961 ആസാമീസിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച് നിയമം പാസാക്കിയതും അവർക്ക് വിദ്വേഷമുണ്ടാക്കി. അവർ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാനായി മീസോ നാഷണൽ ഫ്രണ്ട് MNF രൂപീകരിച്ചു. ലാൽ ഡെങ്കെ ആയിരുന്നു നേതാവ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് MNFൻ്റെ ലീഡർ ആരാണെന്ന്. ലാൽ ഡെങ്കെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രചരണം 1966 ആരംഭിച്ചു. മീസോകളും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ദീർഘകാലം നീണ്ടുനിന്ന യുദ്ധത്തിന് തുടക്കം കുറിച്ചു. മീസോ നാഷണൽ ഫ്രണ്ട് പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഗൊറില്ല യുദ്ധത്തിന് തുടക്കം കുറിച്ചു. മീസോ നാഷണൽ ഫ്രണ്ട് കിഴക്കൻ പാകിസ്ഥാനിൽ താവളം ആവശ്യപ്പെടുകയും അത് ലഭിക്കുകയും ചെയ്തു. സായുധ കലാപത്തെ അടിച്ചമർത്താൻ ഇന്ത്യൻ സൈന്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ നടപടിയിൽ ജനങ്ങൾ രോഷാകുലരായി. ഇത് അവരിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ സംജാതമാക്കി. ഗൊറില്ല ആക്രമണവും പ്രത്യാക്രമണവുമായി 2 ദശകങ്ങൾ കടന്നുപോയി. വിജയം കൈവരിക്കാൻ ആർക്കും സാധിച്ചില്ല. പാകിസ്ഥാനിലെ ഒളിജീവിതം അവസാനിപ്പിച്ച് ലാൽ ഡെങ്കെ തിരിച്ചെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ചർച്ചകൾ നടത്തി. കലാപകാരികളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാജീവ് ഗാന്ധിയും ലാൽ ഡെങ്കയും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടുകൂടിയ പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. വിഘടനവാദം പിൻവലിക്കാൻ മീസോ നാഷണൽ ഫ്രണ്ട് സമ്മതിച്ചു. ലാൽ ഡെങ്കെ മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായി. ഇരുഭാഗത്തും പ്രകടമായ രാഷ്ട്രീയ പക്വത മിസോറാമിൻ്റെ ചരിത്രത്തിൽ വഴിത്തിരിവായി മാറി. ഇന്നും തികച്ചും ശാന്തമാണ് മിസോറാം. സാക്ഷരതയിലും വികസനത്തിലും അവർ മുന്നിട്ട് നിൽക്കുന്നു. നാഗാലാൻഡിൽ വളരെ മുമ്പ് തന്നെ പ്രശ്നങ്ങൾ പൊട്ടിമുളക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും മിസോറാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ സമാധാനത്തിൽ കലാശിച്ചില്ല. അങ്കാമി സഫു പിസോ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ നാഗന്മാർ 1951 ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു. ചർച്ചകൾക്ക് അവർ സന്നദ്ധരാവുകയും ചെയ്തില്ല. നാഗന്മാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാഗാൻ നാഷണൽ കൗൺസിൽ സായുധ കലാപം തന്നെ ആരംഭിച്ചു. നാഗന്മാരിൽ ഒരു വിഭാഗവുമായി ഉടമ്പടി ഒപ്പുവയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ മറ്റു കലാപകാരികൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സെഷനിസ്റ്റ് മൂവ്മെൻറ്റ്. ഡിമാൻഡ് ഫോർ ഓട്ടോണമി കുഡ് ബി മെറ്റ് ആസ് പെർ പ്രൊവിഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഡിമാൻഡ് ടു ബ്രേക്ക് അവേ ഫ്രം ദി നാഷൻ ആൻഡ് ഫോം എ ന്യൂ നാഷൻ വാസ് വെരി ഡിഫിക്കൽട്ട് to comply with. Often these demands were made not in moments of great emotions. They were consistently demanding a separate country for themselves as a principle. The government in Northeast region had to face this persisting demand for a very long time. In Assam, the Mizo Hills area was given the privilege of an autonomous district. But among the Mizos, there was a group who never considered themselves part of British India. So when India became independent, they did not become part of the Indian Union. So they wanted to be an independent nation. This demand of cession of Mizos gained a lot of popular support due to the lax policies of the Assam government.
Two incidents in 1959 strengthened the secessionist movement of the Mizos. In 1959, there was a great famine in the Mizo Hills. The authorities did nothing to fight the famine and alleviate their suffering. This naturally enraged the Mizos. The formed Mizo National Front (MNF) Lal Denge was their leader. The campaign for independence started in 1966. This was the beginning of a long drawn-out battle between the Mizos and the Indian Army. The Mizo National Front started guerrilla war with Pakistan support. They sought and got shelter in East Pakistan. The Indian armed forces used repressive measures against these insurgents, but the common people became the victims. These measures from the Indian army served to create anger among the Mizos, thus leading to a sense of alienation. 2 decades, the guerrilla war and counter-repressive measures continued with nobody claiming victory. Lal Denge returned from exile in Pakistan and started negotiating with Rajiv Gandhi, then the Indian Prime Minister. The young Prime Minister's political maturity was evident in these negotiations. He was able to direct the negotiations to positive angle, and a peace agreement was signed between Rajiv Gandhi and Lal Denge. The agreement gave complete statehood with special powers to Mizoram. The Mizo National Front agreed to give up the demand for secession. Lal Denge became the Chief Minister of Mizo, a turning point in the history of Mizoram. This agreement spoke volumes for the maturity displayed by the leaders on both sides. Today, Mizoram is a highly peaceful state that has taken giant steps towards literacy and development. Problems started much earlier in Nagaland but have not been peacefully solved as a Mizoram. A group of the Nagas under the leadership of Angami Safu Pizo declared themselves independent from India in 1959. They wouldn't listen to any negotiations. The Naga National Council launched an armed struggle for Naga sovereignty. The government of India succeeded in signing an agreement with a section of the Nagas, but the other insurgents did not accept the agreements. Even today, the Naga problem remains unsettled. Today we are discussing Northeast. There are 3 issues, but we discussed only 2 issues. Certain questions are there. ഇന്ന് നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. പ്രധാനമായും 3 പ്രശ്നങ്ങളാണുള്ളത്. അതിൽ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ചില ചോദ്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദി ജിയോഗ്രഫിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികപരവുമായ പശ്ചാത്തലത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് എഴുതുക. അവിടുത്തെ ജനസംഖ്യ, അവിടെയുള്ള മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചൊരു ലഘു വിവരണമാക്കിയിട്ട് എഴുതുക. രണ്ടാമത്തേത്, റൈറ്റ് അബൌട്ട് ദി ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യം എന്ന വിഷയത്തെക്കുറിച്ചൊരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. മൂന്നാമത്തേത്, വിഘടനവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതുക. അത് മറ്റൊരു തരത്തിൽ നാം മിസോറാമിലെ വിഘടനവാദങ്ങളെക്കുറിച്ച് ചുരുക്കിയത്. റൈറ്റ് അബൌട്ട് ദി സെഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മിസോറാം. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദി സെഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ നാഗാലാൻഡിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതുക. അതേപോലെ തന്നെ മിസോറാമിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും എഴുതുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.